അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടിയുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു തുണിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം വന്നിട്ട് 24 ഇഞ്ചും വീതി വന്നിട്ട് 12 ഇഞ്ചുമാണ്. ഞാൻ ടേപ്പിൽ അടയാളപ്പെടുത്തി ഇതിൽ കാണിക്കുന്നുണ്ട്, കണ്ടല്ലോ. ഇത് തുണി ക്യാൻവാസ് അറ്റാച്ച് ചെയ്തതാണ്, പേപ്പർ ക്യാൻവാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തുണിയുടെ ഒരു വശത്ത് നിന്ന് നമ്മൾ 3.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യും. 3.5 ഇഞ്ച്. ശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്ക്, അതായത് നടുഭാഗത്തേക്ക് 8 ഇഞ്ചും മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറുവശത്തു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഉൾഭാഗത്തേക്കും 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും ഒരേ ലെവൽക്ക് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നും മുകളിലേക്ക് ഒരു വശത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്നും ഉൾഭാഗത്തേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ലൈന് വരച്ചെടുക്കുക. കണ്ടോ, ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി മറുവശത്ത് നമ്മൾ 4 ഇഞ്ച് എന്നുള്ളത് 4.5 ഇഞ്ചായിട്ട് എടുക്കണം. ഒരു വശം 4 ഇഞ്ച് എടുക്കുമ്പോൾ ഒരു വശത്ത് നമ്മൾ 4.5 ഇഞ്ചായിട്ട് എടുക്കുക. ഉൾഭാഗത്തേക്ക് 8 ഇഞ്ച് തന്നെ എടുത്ത് ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഇനി ഈ ലൈനുകളെ തമ്മിൽ യോജിപ്പിക്കുക. രണ്ട് സൈഡിലും 8 ഇഞ്ച് കൊടുത്തില്ലേ, അവിടെ നമ്മൾ നീളത്തിൽ രണ്ട് സൈഡിലും ഇതേപോലെ ലൈനുകൾ യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്തോന്നറിയില്ല, ചെറുതായിട്ടൊരു പിങ്ക് കളറിൽ അവിടെ കാണുന്നില്ല. ഇനി നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ട ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഇൻറ്റു മാർക്ക് ഇടുന്ന ഭാഗങ്ങൾ മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരാകൃതിയിലാണ് കിട്ടുക. ഇനി അതിൻ്റെ രണ്ട് വശവും നമ്മൾ നടുക്ക് മടക്കി വെച്ച് കൊടുക്കണം. അതിൻ്റെ ഈ അടിവശം, മുകൾ വശം വരുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കർവ് ഷേപ്പിൽ വീഡിയോയിൽ കാണുന്ന പോലെ വെട്ടിയെടുക്കണം. അടിവശം ചതുരായിട്ട് തന്നെ വരും. മുകൾ ഭാഗം ഇതേപോലെ കർവ് ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ട് ആ ലൈനിങ്ങിൻ്റെ തുണിയിൽ നമ്മൾ മെയിൻ തുണി, ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത തുണി ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അരികുവശങ്ങളെല്ലാം ഒന്ന് തയ്ച്ചെടുക്കണം. തയ്ക്കണതിൻ്റെ മുമ്പായിട്ട് നമ്മൾ അടിവശത്തുനിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കി വെക്കണം. കാരണം ആ ഓപ്പണിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പിന്നെ തുണി തിരിച്ച് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ 4 ഇഞ്ച് ഒഴിവ് കൊടുത്തിട്ട് നമ്മൾ ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിവശം ഇതേപോലെ ഇനി അതിൻ്റെ ഉള്ളിലൂടെ നല്ല ഭാഗം തിരിച്ച് എടുക്കണം. നല്ല ഭാഗം തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിവശത്ത് നമ്മൾ ഗ്യാപ്പ് കൊടുത്ത ആ വശം കൂടെ ഒന്ന് രണ്ടറ്റം കൂട്ടി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ എല്ലാ വശവും അരികു വശം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഇപ്പോൾ പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ഈ 4.5 ഇഞ്ച് വീതി നമ്മളെടുത്തില്ലേ, ആ ഭാഗം നമ്മൾ ആദ്യം ഇതേപോലെ ഉൾവശത്തേക്ക് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കാണിക്കണ അടിവശവും അതേപോലെ ഒരു സൈഡും മാത്രം നമ്മളൊന്ന് തയ്ച്ചെടുക്കണം. അപ്പം അതൊരു പോക്കറ്റ് പോലെ ആയി വരും. മുകൾ വശം ഒരിക്കലും തയ്ക്കണ്ട. കണ്ടോ, നമ്മൾ തയ്ച്ചെടുത്ത് അപ്പോൾ ഒന്നാമത്തെ പോക്കറ്റ് കിട്ടി. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ 4 ഇഞ്ച് എടുത്ത ആ ഭാഗം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡ് തയ്ച്ചെടുക്കുക. അത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് ഏറ്റവും അടിഭാഗമാണ്. അത് ഇതേപോലെ മടക്കി വെക്കുക. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് അതിന് എന്തെങ്കിലും സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കണ്ടേ. ഞാൻ വെൽക്രോ ആണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ അതിൻ്റെ സെൻറ്റർ മടക്കി എടുത്തിട്ട് നമ്മൾ അവിടെ ഇതാക്കുക. സെൻറ്റർ തുണിയുടെ നല്ല ഭാഗം മുകളിൽ നമ്മൾ ലൈനിങ്ങോട് ചേർത്താണ് വെക്കേണ്ടത്. അടിവശത്ത് പിന്നെ നമ്മൾ നല്ല ഭാഗത്തുമാണ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എത്രയാണോ വീതി നീളത്തിലും വേണ്ട വെച്ചാൽ അതെടുക്കുക. ഞാനൊരു 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളി പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഏത് തരം തുണിയും വേസ്റ്റ് തുണി എന്ന് കളയാൻ നമുക്കൊന്നുമില്ല. എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ചെയ്തെടുക്കേണ്ടത്. ഒരു തുണിയും വേസ്റ്റ് ആക്കരുത്. ഇതേപോലെ ഒരു കുഞ്ഞു പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് തുണി വെച്ചിട്ടും ചെയ്ത് നോക്കാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എല്ലായ്പ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, സീ യു.